ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് ഒമാൻ ലക്ഷറിയുടെ റോയൽ ഇൻസെൻസ്. അവിടെ ഊദ് അക്ലേറിയ എന്നൊരൊറ്റ പെർഫ്യൂം കാരണമാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിയത്. അതുപോലെ തന്നെ ഈ ഇൻസെൻസ്, കുന്തിരിക്കം, മീറ, ധൂപക്കുറ്റികൾ, ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കാരണം കുട്ടിക്കാലത്ത് എൻ്റെ ആദ്യ കുർബാനയുടെ സമയത്ത് വെളുപ്പിലെ അതിരാവിലെയുള്ള കുർബാനയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മാസക്കാലം അതിരാവിലെ പള്ളിയിൽ പോകണം, കുറച്ച് പ്രാർത്ഥനകളൊക്കെ കാണാതെ പഠിക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ പണ്ട് 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്കത്തെ കുർബാനയ്ക്ക് പോകുമ്പോൾ അൾത്താരയുടെ മുമ്പിലായിരുന്നു ഞാൻ ഇരുന്നത്. അതിനു മുമ്പ് വരെ അമ്മയോടൊപ്പം പിറകിലായിരുന്നു ഇരുന്നത്. അൾത്താരയുടെ മുമ്പിൽ ഇരുന്ന സമയത്ത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ പ്രാർത്ഥനാ സമയത്ത് കുന്തിരിക്കം, ധൂപക്കുറ്റികൾ, അതിൻ്റെ മണം, അത് പുകയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മണം നന്നായിട്ട് ആസ്വദിച്ചത്. അതിപ്പോഴും എൻ്റെ മനസ്സിൽ കാണാപ്പാടമാണ്. അൾത്താരയ്ക്ക് മുമ്പിൽ ബലിപീഠത്തിന് മുമ്പിൽ ഈ കുന്തിരിക്കം പുകയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദിവ്യാനുഭവം അല്ലെങ്കിൽ ദിവ്യാനുഭൂതി എന്ന് പറയാം. ആ ഒരു മണം എൻ്റെ കുട്ടിക്കാലത്ത് മനസ്സിൽ പതിഞ്ഞിരുന്നൊരു മണമാണ്. അതുകൊണ്ട് തന്നെ ഇൻസെൻസ് എന്ന ഒരു നോട്ട് പെർഫ്യൂമിലുണ്ടെങ്കിൽ ഞാനത് വാങ്ങും. അതുപോലെ തന്നെ അതായത് മീറ എന്ന നോട്ടുകൾ അടങ്ങിയ പെർഫ്യൂമാണെങ്കിൽ ഞാനത് ട്രൈ ചെയ്യും. എനിക്കതിൻ്റെ മണം എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അന്നുമുണ്ട് ഇന്നുമുണ്ട്. പല തവണ എന്നിലെ പെർഫ്യൂമിൻ്റെ ടേസ്റ്റ് മാറുമ്പോഴും അന്നും ഇന്നും മാറാത്ത രണ്ട് നോട്ടുകളാണ്. ഒന്ന് ഫ്രഷും പിന്നെ ഇൻസെൻസിൻ്റെ മണവും. എനിക്ക് വല്ലാതെ അഡിക്ഷൻ തോന്നിക്കുന്ന ഒരു നോട്ടാണ് ഇൻസെൻസിൻ്റെ മണം. അതുകൊണ്ടാണ് റോയൽ ഇൻസെൻസ് എന്ന ഈ ഒരു പെർഫ്യൂം ഞാൻ വാങ്ങാൻ കാരണമായത്. നമ്മൾ ഓൾറെഡി ഊദ് അക്ലേറിയ ട്രൈ ചെയ്തു. ഇനി റോയൽ ഇൻസെൻസ്. ഓൾറെഡി ഇൻസെൻസിനെ കുറിച്ച് ഞാൻ ഊദ് അക്ലേരിയയുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒമാൻ ലക്ഷറിയുടെ അവർ ചേർക്കുന്ന ഓരോ ഓയിലിൻ്റെയും തിരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഇതിലും ഉണ്ട് അതുപോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പ്. ബോക്സ് പീസാണ്. വില വരുന്നത് 17,500, 18 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ഞാനിത് ട്രൈ ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതാണ് ഞാൻ ഈ മഴയത്ത് ഉപയോഗിച്ചിരുന്നത്. പ്രസൻറ്റേഷൻ ഒന്നും പറയാനില്ല, ഏറ്റവും മികച്ച പ്രസൻറ്റേഷൻ. ഒരു 17,500 രൂപ മുടക്കുമ്പോൾ കിട്ടേണ്ട എല്ലാവിധ പ്രസൻറ്റേഷൻ ചേരുവകളും ചേർത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ക്യാപ്പ്, റോയൽ ഇൻസെൻസ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്, താഴെ ബാച്ച് കോഡും QR കൊടുത്തിട്ടുണ്ട്. പ്രസൻറ്റേഷനിൽ ഒന്നും പറയാനില്ല, കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഒരു നീഷ് പെർഫ്യൂമിനെ സംബന്ധിച്ചിടത്തോളം റോയൽ ഇൻസെൻസ് കൊടുത്തിട്ടുള്ളത്. ബോട്ടിൽ ഇതാണ്, ക്യാപ്പ്, എല്ലാം ഏറ്റവും മികച്ച പ്രസൻറ്റേഷനാണ് റോയൽ ഇൻസെൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പണ്ട് പള്ളിയിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഉയർപ്പ് ദിവസം, അതുപോലെ തന്നെ പെസഹ വ്യാഴം പോലുള്ള ദിവസങ്ങളിൽ ചില വചനഭാഗങ്ങൾ പള്ളിയിൽ വായിക്കാറുണ്ടായിരുന്നു. അതിങ്ങനെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മാർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിൽ ഇരുന്നവരിൽ ലാസറുമുണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ഈ ഒരു വചനഭാഗം പണ്ട് പള്ളിയിലായിരുന്നപ്പോഴും ബൈബിൾ വായിക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നതാണ്. എന്നിലെ പെർഫ്യൂമർ കൂടെ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, എന്ത് തൈലമായിരിക്കാം ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ മറിയം പൂശിയത്? അതിനെന്ത് മണമായിരിക്കാം വന്നിരുന്നത്? ഞാൻ ഒരുപാട് പെർഫ്യൂമുകൾ ട്രൈ ചെയ്തു. അപ്പോഴൊന്നും എനിക്ക് ഈ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല, ആ ഒരു ഇൻസെൻസിൻ്റെ മണം എത്രത്തോളം കൃത്യമായിരിക്കുമെന്ന്. അപ്പോൾ എന്നിലെ ഈ പെർഫ്യൂമർ പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ് അത്. പുരാതന റോമൻ സാമ്രാജ്യത്തിൽ 1 ദനാറ എന്നാൽ ഒരു സാധാരണ റോമൻ പടയാളിയുടെ ഒരു ദിവസത്തെ കൂലിയായിരുന്നു. അഥവാ 300 ദനാറ എന്നാൽ 300 ദിവസത്തെ ശമ്പളം. അത് ചുരുക്കി പറഞ്ഞാൽ 1 വർഷത്തെ കൂലി. ഇന്നത്തെ ഗ്ലോബൽ പർച്ചേസിംഗ് പവർ വെച്ച് നോക്കുമ്പോൾ 12.5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ് മറിയം ഉപയോഗിച്ച ആ തൈലത്തിന്. ഇതിൽ നിന്നും അക്കാലത്ത് പോലും ഒരു സുഗന്ധത്തിന് പൊന്നിനേക്കാൾ വിലയുണ്ടായിരുന്നാണ് കണക്കാക്കേണ്ടത്. അപ്പം അത്രയേറെ വില കൂടിയ ഒരു ഓയിലാണ് നാർദിൻ തൈലത്തിന്. ഇത് ഞാനൊന്ന് ഗവേഷണം നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. ഇനി എന്താണ് നാർദ് തൈലത്തിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്, ചേരുവകൾ? നാർദ് തൈലം പ്രധാനമായും ഒരൊറ്റ ചെടിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിലെ പ്രധാന ചേരുവ നമുക്ക് അഭിമാനിക്കാം. കാരണം ഹിമാലയൻ മലനിരകളിൽ, അതായത് നേപ്പാൾ, ഭൂട്ടാൻ, ഇന്ത്യ എന്നീ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന ഒരു ചെടി. ആ ചെടിയാണ് ജടാമഞ്ചി. ജടാമഞ്ചി എന്ന ചെറിയ ചെടിയുടെ ഉണങ്ങിയ വേരുകളാണ് ഇതിൻ്റെ പ്രധാന ചേരുവകളായിട്ടുള്ളത്. ഈ വേരുകൾ ശേഖരിച്ച് ഉണക്കി ആവിയിൽ വേവിച്ച് നാർദെണ്ണ വേർതിരിച്ചെടുക്കും. പുരാതന കാലത്ത് ഇതിന് സ്വർണ്ണത്തേക്കാൾ വിലയുണ്ടായിരുന്നു.
ഈ വേർതിരിച്ചെടുത്ത നാർദെണ്ണ, ഒലിവെണ്ണ പോലെയുള്ള എണ്ണകൾ, ബദാം എണ്ണ ഇതുപോലെയുള്ള എണ്ണയുമായി മിക്സ് ചെയ്താണ് ഉപയോഗിച്ചിരുന്നത്. ഇതിനോടൊപ്പം മണത്തിന് കൂടുതൽ ലോങ്ജിവിറ്റി കിട്ടാൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂടുതൽ നേരം പ്രൊഡക്ഷൻ കിട്ടാൻ, കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഇതിനോടൊപ്പം തന്നെ മീറ, കറുവപ്പട്ട, ഏലം, പിന്നെ വയമ്പ്, അതുപോലെ തന്നെ ഏതാണ് ഓറിസ് എന്നൊക്കെ പറയും, ഐറിസ് ചെടികളുടെ സത്ത് ഇവയെല്ലാം ചേർത്തിരുന്നു. ഇതിൽ മീറയ്ക്ക് ബാക്ടീരിയകളെ നശിപ്പിക്കാനും ശരീരത്തെ ദീർഘകാലം കേടുകൂടാതെ, ഇപ്പോൾ എംബാമിംഗ് ഒക്കെ ചെയ്യുന്ന ആ കാലത്തൊക്കെ എംബാമിംഗ് പോലുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യുന്ന സമയത്ത് മീറ ചേർക്കാറുണ്ടായിരുന്നു. ഈ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിലൊക്കെ മീറയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരു ബോഡി എംബാം ചെയ്യുന്ന സമയത്തൊക്കെ ശരീരം മുഴുവനും സുഗന്ധ തൈലങ്ങളും മീറയൊക്കെ പൂശാറുണ്ടായിരുന്നു. അപ്പം മീറയ്ക്ക് ഈ ബാക്ടീരിയകളെ നശിപ്പിക്കാനും ശരീരത്തെ കൂടുതൽ നാളെ സൂക്ഷിക്കാനുള്ള അത്ഭുതകരമായ കഴിവുണ്ടായിരുന്നു. ഇതിനൊരു കയ്പും ഒരേ സമയം മധുരവും കലർന്ന ഒരു മണമാണ് ഈ മീറയ്ക്കുണ്ടായിരുന്നത്. അതുപോലെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ക്രിസ്തു ജനിച്ചപ്പോൾ ജ്ഞാനികൾ നൽകിയ 3 സമ്മാനങ്ങൾ ഒന്നായിരുന്നു മീറ. സുഗന്ധതൈലമായി ശരീരത്തിൽ പുരട്ടാനും വേദന സംഹാരിയായി കുടിക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു. പുരാതന ശവസംസ്കാരങ്ങളിൽ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ മീറ ഉപയോഗിച്ചിരുന്നു എന്ന് ചുരുക്കി പറഞ്ഞാൽ, പണ്ടുള്ള കാലത്ത് റോമിലെയും മധ്യപൂർവേഷ്യയിലെയും രാജകുടുംബങ്ങൾ മരണാനന്തര ചടങ്ങുകൾ, പട്ടാഭിഷേകം, രാജാഭിഷേകങ്ങൾക്ക് മാത്രമാണ് ഈ നാർദിൻ പോലുള്ള സുഗന്ധം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു നീഷ് പ്രൊഡക്റ്റാണ് നാർദിൻ തൈലം എന്ന് പറയും, മനസ്സിലാക്കാം. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ മറിയം ഒഴിച്ച വിലയേറിയ സുഗന്ധ തൈലത്തിൻ്റെ മണം എന്തായിരിക്കാം എന്ന് പറഞ്ഞാണ് ഞാനിത് തുടങ്ങിയത്. ആ മണം എത്രമാത്രം സ്ട്രോങ് ആയിരിക്കാം, എന്ത് മണമായിരിക്കാം ആ പരിസരത്താകെ തളം കെട്ടിക്കിടന്നത്. ആ വചനം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ആ വീട് മുഴുവൻ ഈ മണം കൊണ്ട് നിറഞ്ഞു. അപ്പം അത്രമാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു ഓയിലായിരിക്കാം അത് പൂശിയത്. എന്നിലെ പെർഫ്യൂമിനോടുള്ള ഒരു വാഞ്ച, അതിനെ ട്രിഗർ ചെയ്യാൻ ആ ഒരൊറ്റ വാക്ക് മാത്രം മതിയായിരുന്നു. അതിൽ നിന്ന് പലതവണ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തായിരിക്കാം ഈ ഏറ്റവും ഗുണമേന്മയേറിയ കുന്തിരുക്കവും മീറയും തേനും വയമ്പും ഒക്കെ ചേരുമ്പോൾ ഉള്ള ഒരു മണം, അതിനെന്ത് അന്തരീക്ഷമായിരിക്കാം, അന്തരീക്ഷത്തിൽ അതിനെന്ത് മണമായിരിക്കാം, ഇത് മറ്റുള്ളവർക്ക് ഏത് തരത്തിലായിരിക്കും ഇത് കിട്ടുക, ഇതിൻ്റെ അനുഭൂതി എന്തായിരിക്കും? ഇതൊക്കെ ഞാൻ പലതവണ ചിന്തിച്ചൊരു കാര്യമാണ്. ഇനി നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പിടികിട്ടൂ, അല്ലെങ്കിൽ വെറുതെ ഒരു റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും മികച്ച സ്പ്രേയർ. എന്താ ഞാൻ പറയണ്ടേ, ഇതുവരെ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസെൻസ് മണമുള്ള ഒരു പെർഫ്യൂം, ഏറ്റവും ബെസ്റ്റ് ഇൻസെൻസ് മണമുള്ള പെർഫ്യൂം, 10ൽ 10 മാർക്ക് കൊടുക്കാൻ പറ്റിയ പെർഫ്യൂം. ഈ പെർഫ്യൂമിൽ കുന്തിരിക്കം, മീറ, തേൻ, ആംബർ, ലെതർ, അതോടൊപ്പം തന്നെ ദേവദാരു, ഇതെല്ലാം കൂടി ചേരുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീൽ, ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആ പുരാതന യെരുശലേമും സിനഗോഗുകളും ദേവാലയങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു മണമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അന്തരീക്ഷമാകെ ധൂപക്കുറ്റികളും സാമ്പ്രാണികളും കുന്തിരിക്കവും മീറയും ഏലവും ഒക്കെ ഇരുന്ന് ഇങ്ങനെ പുകയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം, രാജകീയ മണം, രാജകീയ സുഗന്ധം. ഇത് ഒരു രാജാവ് തൻ്റെ വരവ് അറിയിക്കുന്നതിന് മുമ്പായിട്ട്, രാജാവ് തൻ്റെ സിംഹാസനത്തിൽ എഴുന്നള്ളുന്നതിന് മുമ്പായിട്ട്, ആ വരവിനെ സ്വീകരിക്കാൻ വേണ്ടി പരിചാരകർ ഓർക്കുന്ന സ്വർഗീയ സുഗന്ധം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു പരിശുദ്ധമായ ഒരു സുഗന്ധം. അതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഇൻസെൻസിൻ്റെ ഒരു പ്രത്യേകത. ആഴമേറിയ ആ പുകയുന്ന മണവും ഒപ്പം ചേർത്തിരിക്കുന്ന തേനിൻ്റെ മധുരവും നമ്മളെ കൊണ്ടുപോകുന്നത് പഴയ കാലത്തെ ആത്മീയ അന്തരീക്ഷത്തിലേക്കാണ്. ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ മറിയം ആ തൈലം പൂശിയപ്പോൾ അവർ അനുഭവപ്പെട്ടത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ റോയൽ ഇൻസെൻസ് പോലുള്ള ഒരു സുഗന്ധം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ, ഹൈപ്പത്തറ്റിക്കലി. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ട്രൈ ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. ഇത് പലർക്കും പല വ്യത്യസ്തങ്ങളെ അനുഭവമായിരിക്കാം. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, ഒരിക്കലും ഇത് തന്നെയാണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കുണ്ടായൊരു അനുഭവമാണ്, ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഫീലാണ്. ഒരുപക്ഷെ മറിയം ഉപയോഗിച്ചപ്പോൾ പാദം തൻ്റെ മുടി കൊണ്ട് കഴുകി തുടച്ചപ്പോൾ ഉണ്ടായി രൂപപ്പെട്ട മണം ഈ ഒരു മണമായിരിക്കാം. മധുരവും ഞാനീ പറഞ്ഞ ധൂപക്കുറ്റികളുടെ പുകയും പ്രാർത്ഥന അന്തരീക്ഷവും ഇൻസെൻസിൻ്റെ ഒരു വന്യതയും ഒരു ദിവ്യത്വവും ഒത്തുചേർന്നൊരു പെർഫ്യൂം. ഒരു മുസ്ലിം വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴോ, ഒരു ഹിന്ദു അമ്പലത്തിൽ പോകുമ്പോഴോ, ഒരു ക്രിസ്ത്യാനി പള്ളിയിലായിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ഒരു സ്പിരിച്വൽ, ഒരു റിച്വലിസ്റ്റിക് അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ശാന്തതയും ഒരുപോലെ അനുഭവപ്പെടുത്താൻ ഇതിലെ നോട്ടുകൾക്ക് സാധിക്കും. ഒരു കപട മതേതരമല്ല ഈ പെർഫ്യൂമിനെ സംബന്ധിച്ചിടത്തോളം. പെർഫ്യൂം എന്നൊരു വിഷയത്തിൽ ഇവിടെ മതമില്ല, ജാതിയില്ല, വർഗീയ പാർട്ടികളില്ല, ഒന്നുമില്ല. വെറും മണം മാത്രം. അല്ലെങ്കിൽ പ്രളയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കപട മതസൗഹാർദ്ദമില്ല പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ.
ബാക്കി എല്ലാറ്റിലും മതവും ജാതിയും പാർട്ടികളും കൂട്ടി ഇണയ്ക്കുമ്പോൾ പെർഫ്യൂമിൽ മാത്രം അങ്ങനെയല്ല. അതൊരു ഫാക്റ്റാണ്. ഇനി ഇവയിൽ ഒന്നും വിശ്വാസമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്പിരിച്വൽ ലൈഫ് നയിക്കാത്തവർക്കാണെങ്കിൽ പോലും, നിരീശ്വരവാദികളാണെങ്കിലും വിശ്വാസമില്ലാത്തവരാണെങ്കിൽ പോലും, നിങ്ങൾക്ക് ഈ പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ അവർ ഇതുവരെ ട്രൈ ചെയ്തതിൽ ഏറ്റവും മികച്ച ഇൻസെൻസ് മണം നൽകാൻ കഴിവുള്ള ഒരു പെർഫ്യൂം ആയിരിക്കും ഇത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിലൊന്നും, ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഈ ഒരു ചിന്തയിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്തവരാണെങ്കിൽ, അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല, അവരുടെ തീരുമാനത്തെ നമ്മൾ മാനിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ കൂടിയും നിങ്ങൾ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസെൻസ് അനുഭവം നൽകാൻ കഴിയുന്ന ഒരു പെർഫ്യൂമാണ് റോയൽ ഇൻസെൻസ്. അതിലൊരു അർത്ഥശങ്കയുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിൻ്റെ പാദങ്ങളിൽ ഒഴിച്ച ആ ഒരു 300 ധനാറയുടെ തൈലത്തിന്റെ മണം നേരിട്ട് നമുക്കിപ്പോൾ അനുഭവിക്കാൻ നമുക്കൊന്ന് കഴിയില്ലായിരിക്കാം, അല്ലെ? എങ്കിലും എന്താ പറയുക, ഒമാൻ ലക്ഷറിയുടെ റോയൽ ഇൻസെൻസ് പോലുള്ള പെർഫ്യൂമുകൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് മുമ്പേ കടന്നു ചെന്ന, നമുക്ക് മുമ്പേ ഉള്ളവരുടെ ഒരു ചരിത്രവും ആത്മീയതയുടെയും ഒരു അനുഭവമാണ് എനിക്ക് ഈ പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ സമ്മാനിച്ചത്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ക്രിസ്തു എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഒരുപക്ഷെ ഈ മണമായിരിക്കാം, ഈ തൈലമായിരിക്കാം. കാരണം ഈ മീറ അല്ലെങ്കിൽ നാർദീൻ തൈലം മരണാനന്തര ചടങ്ങുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തൈലമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റിൻ്റെ സമയത്ത് ഒരുപക്ഷെ ഈ മണമായിരിക്കാം അവനിൽ നിന്ന് പുറത്തു വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടാൽ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു മണമായിരിക്കാം എന്നാണ് ഞാൻ എൻ്റെ സങ്കല്പത്തിലെ കാര്യമാണ് പറയുന്നത്. ഒരിക്കലും ലോജിക്കായിട്ട് ഒരിക്കലും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിലൊരിക്കലും നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടിൽ കാണരുത്. കേൾക്കുമ്പോൾ തള്ളാണെന്ന് തോന്നാമെങ്കിലും ഈ ചില സുഗന്ധങ്ങൾക്ക് അദൃശ്യമായ പലതിനെയും നമുക്ക് മുന്നിൽ വെളിപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു പെർഫ്യൂം ലവർ എന്ന് എനിക്ക്. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, അതിന് മറന്നേക്ക് അടിച്ചാൽ അടിച്ചെടുത്ത് മണം ഉണ്ടാവും. ഇത് റേഷൻ കാർഡ് സംഭവത്തിൽപ്പെട്ട ഒരു സാധനമാണ്. ഇതിൽ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള, ഒമാനിലാണ് ഏറ്റവും കൂടിയ സുൽത്താനിക് ഗ്രേഡിലുള്ള മീറയും കുന്തിരിക്കവും ഉൽപ്പാദിപ്പിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രിസ്റ്റീൻ ആയിട്ടുള്ള, ഏറ്റവും ക്വാളിറ്റി ഉള്ള, ഉന്നത നിലവാരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അവർ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസെൻസിന്റെ അനുഭവത്തിൽ ഏറ്റവും ഉന്നത തലത്തിലുള്ള അനുഭവം നിങ്ങൾക്ക് ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് പെർഫോമൻസ് ബോഡിയിൽ തന്നെ 8-9 മണിക്കൂർ നേരം നിൽക്കും. വസ്ത്രത്തിൽ ദിവസങ്ങളോളം മണം ഉണ്ടാവും. നിങ്ങൾ വസ്ത്രം അലക്കിയാൽ മാത്രമേ ഇതിലെ മണം പോകൂ. നിങ്ങളിത് ഉപയോഗിക്കേണ്ടത് വ്യക്തമായും കേൾക്കുക. രാവിലെ ഉപയോഗിക്കരുത്, ഉച്ചയ്ക്ക് ഉപയോഗിക്കരുത്, വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രം ഉപയോഗിക്കുക. രാത്രിയിൽ മാത്രം വേണം ഇത് ഉപയോഗിക്കാൻ. രാത്രിയിൽ വൈകുന്നേരം തണുപ്പ് വേണം. പ്രൊജക്ഷൻ വീട്ടിനകത്ത് ഉപയോഗിച്ചാൽ ഗേറ്റിൽ മണം എത്തും. വളരെ വലിയ സെൻട്രയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ വലിയ ബീസ്റ്റ് മോഡായിട്ടുള്ള, മോൺസ്റ്റർ ലെവൽ, അറ്റോമിക് ലെവലായിട്ടുള്ള പ്രൊജക്ഷനാണ് ഈ പെർഫ്യൂമിൻ്റേത്. ഈ മുറി മുഴുവനും ഞാൻ പറഞ്ഞ ഒരു നാർദീൻ തൈലത്തിൻ്റെയും മീറയുടെയും കുന്തിരിക്കത്തിൻ്റെയും മണം കൊണ്ട് തളം കെട്ടിക്കഴിഞ്ഞു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ് ഈ പെർഫ്യൂമിൻ്റേത്. സൂക്ഷിച്ച് ഉപയോഗിക്കുക. 3 സ്പ്രേക്ക് അപ്പുറം ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാൻ റിവ്യൂവിൽ നിങ്ങൾ ഒരു പെർഫ്യൂമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. എപ്പോൾ ഉപയോഗിക്കണം, എത്ര നേരം കിട്ടും, ആരൊക്കെ ഉപയോഗിക്കണമെന്ന്, കാലാവസ്ഥയൊക്കെ ഞാൻ പറയുന്നു. അതനുസരിച്ച് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങൾ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നിങ്ങൾക്കുണ്ടാവും. 17,500 അല്ലെങ്കിൽ 19,000 മുടക്കുമ്പോൾ കിട്ടേണ്ട ക്വാളിറ്റിയും എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇൻസെൻസ് ലവർ ആണെങ്കിൽ ട്രൈ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ആ ഒരു ലോകവുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഇൻസെൻസിന്റെ മണം ഇഷ്ടമാണോ നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അത് യോജിക്കുന്നവരുണ്ടാവും, യോജിക്കാത്തവരുണ്ടാവും. എനിക്ക് കിട്ടിയ അനുഭവമാണ്. പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കാം. ഒരു മുസ്ലിം സഹോദരൻ, ഒരു ഹിന്ദു സഹോദരൻ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. ഇത് തണുപ്പുള്ള സമയത്ത് ഉപയോഗിക്കുക. യൂണിസെക്സ് ആണ്, 2 കൂട്ടർക്ക് ഉപയോഗിക്കാം. ഈ പറഞ്ഞ ഒരു ഫീൽ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കളക്ഷനിൽ തീർച്ചയായും ഒരു ഇൻസെൻസ് പെർഫ്യൂം ഉണ്ടായിരിക്കണം. അതുപോലുള്ള സാഹചര്യങ്ങൾ വേണം ഇത് ഉപയോഗിക്കാൻ. ഇത്തരം പെർഫ്യൂമുകൾ എവിടെ ഉപയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് ഏത് കാലാവസ്ഥ, ഏത് ഒക്കേഷൻ എന്ന് ഞാൻ പറയുന്നില്ല. ട്രൈ ചെയ്യുക. ആ ഒരു അനുഭൂതി നിങ്ങൾ തിരിച്ചറിയുക. കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ ഒരു തോന്നലും ഒരു ചിന്തയും അതിൽ നിന്നുണ്ടായ അനുഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരു പെർഫ്യൂമുമായി എങ്ങനെ ബന്ധപ്പെടുത്തി പറയാം, അല്ലെങ്കിൽ ഒരു പെർഫ്യൂമിൽ എനിക്ക് എങ്ങനെ ആ മണം കിട്ടി എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊരു സ്പിരിച്വാലിറ്റി ചേർത്ത് പറഞ്ഞത്. എനിക്കുണ്ടായ തോന്നലുകളാണ്, ഒരു അനുഭവമാണ്. അത് പലർക്കും വ്യത്യസ്തമായിരിക്കാം, പല അഭിപ്രായം ഉണ്ടായിരിക്കാം. എനിക്ക് കിട്ടിയ ഫീൽ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. നിങ്ങൾക്കും ഞാൻ പറഞ്ഞ 2 കൂട്ടരെ കുറിച്ച്, അല്ലെങ്കിൽ 3ാമതൊരു കൂട്ടരെ കുറിച്ച്, നിങ്ങൾക്ക് ആർക്കും പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇതുമില്ല. അവർക്ക് ഏത് പെർഫ്യൂം ട്രൈ ചെയ്യാം. പക്ഷേ ചില പെർഫ്യൂമുകൾ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ട്. ചില പെർഫ്യൂമുകൾക്ക് അങ്ങനെ ഒരു ചർച്ച് വൈബ്, അല്ലെ? നിങ്ങൾ പെർഫ്യൂംസിന്റെ റിവ്യൂ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ചർച്ച് വൈബ് അല്ലെങ്കിൽ ഇൻസെൻസിന്റെ മണങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു മോസ്കിന്റെയും അമ്പലത്തിന്റെയും ഒരു സ്പിരിച്വൽ വൈബുള്ള പെർഫ്യൂംസ് ഉണ്ട്. അത് അങ്ങനെ സത്യമാണ്. ഇൻസെൻസും മീറയും കുന്തിരിക്കവും വരുമ്പോൾ ഇത്തരം ധൂപക്കുറ്റികൾക്ക് ഇങ്ങനൊരു മണം ആ ഒരു അനുഭവത്തിലേക്ക് എത്തിക്കും. അതൊരു സത്യമാണ്, അതൊരു ഫാക്റ്റാണ്, തള്ളിക്കളയാൻ പറ്റില്ല. സ്വീറ്റ് പെർഫ്യൂം, ഡാർക്ക് മിസ്റ്റീരിയസ് പെർഫ്യൂം, ലെതർ പെർഫ്യൂം,
ആംബർ പെർഫ്യൂം, വാനില പെർഫ്യൂം, ഫ്രഷ് പെർഫ്യൂം, സ്പൈസി പെർഫ്യൂം, അതുപോലെ ഉള്ളൊരു പെർഫ്യൂമാണ് ഈ സ്പിരിച്വൽ പെർഫ്യൂംസ് ആയിട്ടുള്ള പെർഫ്യൂമുകൾ. ഇതുമുണ്ട്. അത് നിങ്ങൾ അങ്ങനെ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. പെർഫ്യൂമിൽ അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിക് ഫീൽ തരുന്ന, റിച്വലിസ്റ്റിക് ഫീൽ തരുന്ന പെർഫ്യൂമാണ്. അതുകൊണ്ട് ഫിലിപ്പോ സോർച്ചിനെല്ലിയുടെ വർക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലൊക്കെ. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം പല ഇൻസ്പിറേഷൻസിൽ നിന്നിട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞത്. ഈ പെർഫ്യൂം വാങ്ങാനുള്ള ഗ്രൂപ്പിന്റെ ലിങ്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ 2 ml, 5 ml, 10 ml സാമ്പിൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.